ഫ്രണ്ട്സ്, ജെമിനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ മോന് ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി കണ്ണ് ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വരികയാണ്. അങ്ങനെ ശ്രുതിയുടെ മോൻ എത്തുമ്പോഴേക്കും വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ, സച്ചിയും രേവതിയും കൂടെ. അങ്ങനെ അവരവിടെ 2 ദിവസം താമസിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം തിരിച്ചു പോകാൻ പോകുമ്പോൾ ശ്രുതി അമ്മയാണെന്നുള്ള വിവരം മോൻ അറിയാണ്. അത് കഴിയുമ്പം ഹോസ്പിറ്റലിൽ നിന്ന് ശ്രുതി ചെന്ന് കണ്ട എല്ലാ കാര്യങ്ങളും ആദിയോട് സംസാരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ രേവതി കണ്ടുകൊണ്ട് വരികയാണ്. രേവതിക്ക് മനസ്സിലാവാണ് കേട്ടോ, ശ്രുതിയാണോ ആദിയുടെ അമ്മ എന്നുള്ള കാര്യം. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദിമോൻ വീട്ടിലുണ്ട് കേട്ടോ. അപ്പം എങ്ങനെ എല്ലാവരെയും അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ആദിയോടും അമ്മയോടും സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം രേവതിയെയും സച്ചിയെയും എല്ലാം അവിടുന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരിയെ കൊണ്ട് രേവതിയെ വിളിപ്പിക്കുകയും സച്ചിക്കാണെങ്കിൽ ഒരു ഓട്ടോ ഒക്കെ ഒപ്പിച്ച് മാറ്റുകയും, അതുപോലെ ചന്ദ്രയോട് തന്ത്രപൂർവ്വം ശ്രുതി പറയാണ് കേട്ടോ, അച്ഛനെയും കൊണ്ട് ദൂരെ എവിടെയെങ്കിലും അമ്പലത്തിൽ പോയിക്കോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഈ കൊച്ചും ഈ തള്ള ഇവിടെ കാണില്ല, അവരെ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്തോളാം, ഈ വീട്ടിൽ കുറച്ച് സമയത്തേക്ക് ആരും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയണം. അച്ഛനും രേവതിയും സച്ചിയൊക്കെ ഉണ്ടായ ഈ കാര്യം നടക്കാൻ പോകുന്നില്ല. രേവതിയാണെങ്കിൽ ഇപ്പം എങ്ങോട്ടോ ഇറങ്ങി പോയിട്ടുണ്ട്. സച്ചിക്ക് ഓട്ടം വന്ന് അവൻ പോവുകയും ചെയ്യും. പിന്നെ തടസ്സം അച്ഛനാണുള്ളത്. അച്ഛനെ ഇവിടെ നിർത്താനേ പറ്റില്ല. അതുകൊണ്ട് അമ്മ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ച് അച്ഛനെ ഇവിടുന്ന് മാറ്റണം എന്ന് പറയാം. അപ്പം ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്ത് തന്ത്രം പ്രയോഗിച്ച് അങ്ങനെ മാറ്റാനാ? അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ്, സച്ചിയുടെയും രേവതിയുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ദൂരെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലേ നടക്കുള്ളൂ പറയണം, അങ്ങനെ കൊണ്ടുപോയാൽ മതി എന്ന് പറയണം. അങ്ങനെ ചന്ദ്ര ചെന്നിട്ട് രവിയോട് ഇതൊക്കെ പറഞ്ഞ് രവിയെയും കൂട്ടിക്കൊണ്ടൊക്കെ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോകുന്ന സമയത്ത് അമ്മയോടും അതുപോലെ ആദ്യം അറിയുന്നില്ല, അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവിടുന്ന് മാറ്റണം എത്രയും പെട്ടെന്ന്. വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അപകടമാണെന്ന് മനസ്സിലാക്കുകയാണ് ശ്രുതി. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എന്തുദ്ദേശിച്ചിട്ടാണ് വന്നത്? ഇപ്പം ഈ വിവരം ഇവിടെ ആരെങ്കിലും അറിയുകയാണെങ്കിൽ എൻ്റെ ജീവിതം എന്താവും എന്നറിയാമോ? എൻ്റെ ഒരു ജീവിതം നിങ്ങളായിട്ട് നശിപ്പിച്ചു. ഇനി ഇപ്പം ഞാനൊന്ന് ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത് ഈ കൊച്ചിനെയും കൊണ്ട് എന്ന് ചോദിക്കുക. അപ്പോൾ അത് ചോദിക്കുന്ന കേൾക്കുമ്പോൾ ശ്രുതിയുടെ അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ. ശ്രുതിയുടെ അമ്മ അന്നേരം പറയുന്നുണ്ട്, എന്താ കല്യാണി നീ പറയുന്നത്? നിൻ്റെ ജീവിതം നശിപ്പിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നോ? ഞാൻ എന്തെങ്കിലും നിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ചെയ്തോ? നിൻ്റെ ജീവിതം നശിക്കാതിരിക്കാനല്ലേ നീ പ്രസവിച്ച നിൻ്റെ മോനെ ഞാനല്ലേ വളർത്തുന്നത്? നീ അമ്മയാണെന്ന് പോലും അവനോട് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. നീ ആൻറ്റിയാണെന്നും ദുബായിലാണെന്നുമാണ് അവനോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ മെയ്യാതായപ്പോഴും അവൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നത് നിൻ്റെ ജീവിതം നശിക്കാതിരിക്കാനല്ലേ? ഇപ്പോൾ ആ കുഞ്ഞിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനായിട്ട് ടൗണിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കണം. ഓ, അതല്ല ഞാൻ പറഞ്ഞത്. ആദ്യം എൻ്റെ മോനൊക്കെ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ഇപ്പം ഇങ്ങോട്ട് ഈ വീട്ടിലോട്ട് എന്തിനാ വന്നത്? ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടുന്ന് ഏതെങ്കിലും ലോഡ്ജിൽ താമസിച്ച പോരായിരുന്നു 2 ദിവസം. ഞാൻ പറഞ്ഞതല്ലേ പണമൊക്കെ കൊടുത്തോളാന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ പറയാണ്, അത് രേവതിയും സച്ചിയും വിളിക്കുമ്പോൾ പിന്നെ വന്നില്ലെങ്കിൽ അവരത് പ്രശ്നമാക്കുകയല്ലേ? അത് നിനക്ക് തന്നെയല്ലേ പ്രശ്നം. അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ പിന്നെ ഞങ്ങളെങ്ങനെയാണ് വരാതിരിക്കുന്നത്? നീ ഇപ്പോൾ ഇത്രയും ബഹളം വയ്ക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറയാം. അപ്പം ആദ്യം ഉറങ്ങുമായിരുന്നു കേട്ടോ. പക്ഷേ ആ കുട്ടി അത് കഴിയുമ്പോൾ ഇത് ഉണർന്നു വരുമ്പം കേൾക്കുന്നത് ശ്രുതി തൻ്റെ അമ്മയാണെന്നുള്ള വിവരമാണ്. ആൻറ്റി എന്ന് പറഞ്ഞ് അഭിനയിച്ചതാണെന്നൊക്കെ മനസ്സിലാവുകയാണ് ആദിക്ക്. അപ്പോൾ ആദ്യം അമ്മയെന്ന് വിളിക്കുവാണ്. എന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരിക. അപ്പോൾ ശ്രുതിയുടെ അമ്മയും ഞെട്ടിപ്പോവാണ് കേട്ടോ. ആദ്യം ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ശ്രുതി എന്താ മോനേന്ന് ചോദിക്കുക. അപ്പോൾ പറയണ, ആൻറ്റി ആയിരുന്നല്ലേ എൻ്റെ അമ്മ. ഞാൻ ഇത്രയും നാളും ആൻറ്റിന്ന് വിളിച്ചത് എൻ്റെ അമ്മയാണല്ലേ. ആൻറ്റിയാണല്ലേ എന്നെ പ്രസവിച്ചത്. എന്നിട്ട് എനിക്ക് അച്ഛനും അമ്മയും ഇല്ലെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്കൂളിൽ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. നിനക്ക് അച്ഛനും അമ്മയും ഇല്ലെന്ന്. ടീച്ചേഴ്സൊക്കെ പറയുമായിരുന്നു നിനക്ക് അച്ഛനും അമ്മയും ഇല്ലെന്ന്. അങ്ങനെയുള്ളപ്പം ഇനി എനിക്ക് പറയാമല്ലോ എനിക്ക് എൻ്റെ അമ്മയുണ്ടെന്ന്. എന്നിട്ട് എന്താ അമ്മ ഇത്രയും നാളും അമ്മയാണെന്ന് പറയാതിരുന്നത്? അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അത് മോനെ വേറൊന്നും കൊണ്ടല്ല, തൽക്കാലം അത് നിന്നോട് പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് പറയാതിരുന്ന. അതെന്താ എന്നോട് പറയാൻ പറ്റില്ലാത്തത്? ഞാൻ ചെറുപ്പത്തിൽ എത്ര വലിയ തെറ്റുവല്ലോ ചെയ്തോ? അമ്മയാണെന്നുള്ള കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. അപ്പോൾ ശ്രുതിക്കും ശ്രുതിയുടെ അമ്മയ്ക്കും ഒക്കെ അങ്ങ് വിഷമാവുകയാണ്. അന്നേരം പറയുന്നുണ്ട് ശ്രുതി, മോനെ നീ തെറ്റൊന്നും ചെയ്തിട്ടല്ല, നീ കൊച്ചുകുട്ടിയല്ലേ, അതിപ്പം നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. പിന്നെ ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞു തരാം മോനെ.
എന്ന് പറയാണ്. എന്നിട്ട് ശ്രുതിയുടെ അമ്മയും ശ്രുതിയും പറയുന്നുണ്ട്, മോനെ ഈ വിവരം ഇവിടെ ആരും അറിയരുത്, ഇവരുടെ ആരുടെയും മുമ്പിൽ വെച്ച് മോനെന്നെ അമ്മയെന്ന് വിളിക്കരുത്, കണ്ണൊക്കെ അഴിച്ചു കഴിയുമ്പം അമ്മ മോനെ കാണാൻ വരാമെന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ആരോടും പറയില്ല, പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കണ്ണഴിച്ച് കഴിയുമ്പം അമ്മ തന്നെ എന്നെ കാണാൻ ആദ്യം വരണം കേട്ടോ എന്ന് പറയുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആ ഞാൻ വരാം. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുക, എന്തിനാ കല്യാണി നീ വെറുതെ അവന് ആശ കൊടുക്കുന്നത്, നിനക്ക് വരാൻ പറ്റുമോ, സച്ചിയും രേവതിയും കൂടെ കാണില്ലേ, അപ്പോൾ നീ എങ്ങനെയാണ് വന്ന് അവനെ കാണുന്നത്, പിന്നെ എന്തിനാ കുഞ്ഞിന് വെറുതെ ഇങ്ങനെ ആശ കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അല്ല ആശ കൊടുക്കുന്നതൊന്നും അല്ല, ഞാൻ വരും മോനെ, വന്ന് ഞാൻ കണ്ടോളാം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പം അവരെല്ലാം വരുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു ലോഡ്ജിലോട്ട് മാറണം, ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുവിടാം എന്ന് പറയാണ്. അപ്പോൾ പറയുക ശ്രുതിയുടെ അമ്മ, അയ്യോ അങ്ങനെ മാറാൻ പറ്റുമോ, രേവതി സച്ചിയല്ല ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അവരോടൊരു വാക്ക് പറയാതെ എങ്ങനെയാണ് കല്യാണി ഞങ്ങൾ ഇവിടുന്ന് പോകുന്നേ, അപ്പോൾ എല്ലാവർക്കും സംശയമാവില്ലേ എന്നൊക്കെ ചോദിക്കുക. സച്ചിയും രേവതിയും ഒന്നും മിണ്ടാതിരുന്നോണം അമ്മ, സച്ചിയും രേവതിയും വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് മാറണം, ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും സംശയം തോന്നുമെന്ന്, സംശയമൊക്കെ ഞാൻ തീർത്ത് കൊടുത്തോളാം, ആരും ഒരു സംശയമായിട്ട് വരില്ല, വാ പെട്ടെന്ന് പോകാം, സച്ചി തിരിച്ചു വരുന്നതിന് മുമ്പ് പോകണം എന്നും പറഞ്ഞ് ബാഗൊക്കെ അടുക്കി പെറുക്കിയൊക്കെ എടുത്ത് പോകാൻ വേണ്ടി കറക്റ്റ് ഇറങ്ങാൻ വാതിലോട്ട് ചെല്ലുമ്പം സച്ചിയുടെ പാട്ട് കേൾക്കുകയാണ് താഴെ. മൂളിപ്പാട്ട് കേട്ട് ഉടനെ തന്നെ ശ്രുതി അകത്തേക്ക് കയറുക. എന്നിട്ട് പറയാം, പോയിരുന്നോ അമ്മേ, ആണ്ട് ആ സച്ചി വരുന്നുണ്ട്, ഇനിയിപ്പോൾ അവൻ്റെ മുമ്പിൽ കൂടെ ഇറങ്ങി പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് ശ്രുതി റൂമിലേക്ക് പോവാണ്. ശ്രുതിയുടെ അമ്മയും കുട്ടിയും കൂടെ അവിടെ ഇങ്ങനെ സെറ്റിയിലിരിക്കുക. അപ്പോഴാണ് സച്ചി പാട്ടൊക്കെ പാടി കയറി വരുമ്പോൾ ഇവർ ഇരിക്കുന്നതാണ്. ആഹാ നിങ്ങളിവിടെ ഇരിക്കുവാണ്, ഇതെന്താ അമ്മ ഇവിടെ ഇരുന്നത്, പോയി റെസ്റ്റ് എടുത്തോളാൻ മേലായിരുന്നോ, കിടക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ, മോനെയും കൊണ്ട് കിടക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ സച്ചി ചോദിക്കുക. അപ്പോൾ ശ്രുതിയുടെ അമ്മ ആകെ വെപ്രാളം പിടിച്ചിരിക്കുകയല്ലേ. ശ്രുതിയുടെ അമ്മ പറയാണ്, അത് മോനെ ഇവൻ ഇത്രയും നേരം ഉറങ്ങുമായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളിവിടെ ഇരുന്നത് എന്ന് പറയും. ഓഹോ അതാണോ, ഭക്ഷണം കഴിച്ചോ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം എന്ന് ശ്രുതിയുടെ അമ്മ പറയാം. അപ്പോൾ സച്ചി ഒരു പാഴ്സലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയാണ്, ദേ ഇത് ഇവിടുത്തെ പുതിയൊരു നല്ല ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, നല്ല ഫുഡാണെന്ന് എല്ലാവരും പറഞ്ഞു, അതുകൊണ്ട് ഞാനേ ആദിമോന് വേണ്ടിയിട്ട് വാങ്ങിയതാ എന്ന് പറയാം. അവനിതെടുത്ത് കൊടുത്തേ, അമ്മയെ എടുത്ത് ഭക്ഷണം കഴിക്കുക. എന്തിനാ മോനെ ഇതൊക്കെ വാങ്ങിയത്, രേവതി പാചകം ചെയ്തെല്ലാം വച്ചിട്ട് പോയിട്ടുണ്ട്, പിന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കണ്ടായിരുന്നല്ലോ എന്ന് പറയുക ശ്രുതിയുടെ അമ്മ. അപ്പം സച്ചി പറയാം, അതൊന്നും കുഴപ്പമില്ല, ഫുഡ് എടുത്ത് കഴിക്കുക എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോൾ ആണ്ട് നിൽക്കുന്നത് നമ്മുടെ ശ്രുതിയെ കാണുമ്പോഴേക്കും സച്ചിക്ക് ആകെ സംശയമായിട്ട് സച്ചി ചോദിക്കുക, ഇതെന്താ പാർലറമ്മായി ഇന്ന് പോയില്ലേ, പാർലറമ്മായി ഇന്ന് ഇവിടെ എന്താ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പം പറയാം, എനിക്കിഷ്ടമുള്ളപ്പം ഞാൻ വരും, അതിപ്പം നിനക്കെന്താ എന്ന് സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി പറയാം, ഏയ് സാധാരണ എങ്ങനെയല്ലല്ലോ, നേരം വെളുക്കുമ്പോഴേ പാർലറിലേക്കെന്ന് പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി പോകുന്നതല്ലേ, ഇന്നിപ്പോൾ ഇത്രയും നേരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് അറിയണ്ടേ, എനിക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് ശ്രുതിയും പറയാണ്. എന്നിട്ട് സച്ചി അകത്തേക്ക് കയറി അങ്ങ് പോകുന്നുമുണ്ട്. ശ്രുതിയാണെ ആകെ വെപ്രാളം പിടിച്ച് നിൽക്കുക. എന്നിട്ട് ആദിമോനെ വിളിച്ചിട്ട് പറയാം, വാ മോനെ ഞാൻ ഭക്ഷണം എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് സച്ചി കൊണ്ടുവന്ന ഭക്ഷണം പ്ലേറ്റിലൊക്കെ ആക്കി ആദിക്ക് ഇങ്ങനെ വാരി കൊടുത്തോണ്ടേയിരിക്കുക. ശ്രുതിയുടെ മനസ്സിൽ ആകെപ്പാടെ ഇങ്ങനെ ദേഷ്യം കേട്ടോ. അപ്പോഴേക്കും സച്ചി തിരിച്ചിങ്ങനെ വരുമ്പോഴേക്കും ശ്രുതിയാണ്ട് കൊച്ചിന് ചോറൊക്കെ വാരി കൊടുക്കുന്നു. അതുകൊണ്ട് സച്ചി അവിടെ നിന്നിട്ട് ചോദിക്കും, അയ്യോ ഇതെന്ത് പറ്റി, കാക്ക വല്ല മലന്ന് പറക്കുന്നുണ്ടോ, പാർലമായി ചോറൊക്കെ വാരി കൊടുക്കുന്നല്ലോ, എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്ന മനുഷ്യന്, ഇതെന്ത് പറ്റി ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പം ഉടനെ പറയാം, എനിക്കെന്താ ഈ കുട്ടിക്ക് ഇത്തിരി ചോറ് കൊടുക്കാൻ പാടില്ലേ, ഇവന് വിശക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇത്തിരി ചോറ് വാരി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാന്ന് പറയാം. ഓ അങ്ങനെയുള്ള വിചാരമൊക്കെ ഉണ്ടല്ലേ, ആ ശരി നടക്കട്ടെ, അല്ല എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറഞ്ഞ് അങ്ങോട്ട് പോവുക. അതേസമയം ശ്രുതിയാണെ ആദ്യം ചോറൊക്കെ വാരി കൊടുത്തിട്ട് അമ്മയോട് പറയുന്നുണ്ട്, നാശം പിടിക്കാൻ എല്ലാവരെയും മാറ്റിപ്പറുക്കി കൊണ്ടുവന്നപ്പോൾ അവനാടെ തിരിച്ചു വന്നു എന്നിങ്ങനെ പറയാം. അപ്പോൾ ആണ്ട് രേവതിയും വരികയാണ്. രേവതിയും തിരിച്ചു വന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, മോനെ ഭക്ഷണമൊക്കെ കഴിച്ചു എന്നൊക്കെ ചോദിക്കുമ്പം അമ്മയും ആദ്യം പറയുന്നുണ്ട് കേട്ടോ, ഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിച്ചെന്ന് പറയാം. അപ്പോൾ രേവതി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു, ഒരു കണ്ണാടിയാണ്, അത് കൊണ്ടുവന്ന് ഈ കുട്ടിക്ക് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അവൻ ചോദിക്കും, ഇതെന്തിനാ ആൻറ്റി ഈ കണ്ണാടി, ഇതിപ്പം ഞാൻ വയ്ക്കില്ലല്ലോ, എൻ്റെ കണ്ണ് കെട്ടി വച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, കണ്ണൊക്കെ നാളെ അഴിക്കില്ലേ, അപ്പോൾ വയ്ക്കാമല്ലോ, അതിനു വേണ്ടി ആദ്യം ഒരു ഗിഫ്റ്റായിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാ മോന് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെയൊക്കെ പറയുകയാണ്.
അപ്പോൾ എന്താ എന്ന് പോ ഒരു പരിഭ്രമം പോലെ എന്നൊക്കെ ശ്രുതിയുടെ അമ്മയോട് ചോദിക്കും. ഒന്നുമില്ല, അത് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങുമ്പോഴേക്കും വർഷയും ശ്രീകാന്തും ഒക്കെ വന്നു കേട്ടോ. അപ്പം മേശപ്പുറത്ത് ഒരു പാത്രത്തിൽ പാലിരിക്കുക. ശ്രുതി ഈ പാല് തട്ടി താഴെ ഇടുകയാണ് കേട്ടോ. എന്താ പാല് തട്ടി താഴെ ഇട്ടേ? അപ്പോൾ ശ്രീകാന്ത് കാണുന്നുണ്ട് കേട്ടോ, മനഃപൂർവ്വം ഈ പാല് തട്ടി താഴെ ഇടുന്നത്. ശ്രീകാന്ത് ഓർക്കോ, ഇതെന്താ എഴുതി ഇവരിങ്ങനെ ചെയ്യുന്നത്? പാല് മനഃപൂർവ്വം തട്ടി താഴെ ഇട്ടാണല്ലോ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ അത് വർഷയോട് പറയാണ്. വർഷേ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, പാർലറുമായി പാലൊക്കെ തട്ടി താഴെ ഇട്ടിട്ടുണ്ട്, എന്തോ ഒരു സ്വഭാവത്തിൽ മാറ്റം എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ വർഷ പറയാണ്, അത് ചിലപ്പോഴേ അവർ വന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും, അല്ലാതെ ഒന്നുമല്ല, ഞാനിത് പോയി ഏടത്തിയോട് ചോദിക്കാമെന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു വർഷേ, നീ പോയി ചോദിക്കേണ്ട, ചോദിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചെന്ന് വിചാരിക്കുകയല്ലേ. ഇല്ല, ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വർഷ നേരെ പോയിട്ട് ശ്രുതിയോട് ചോദിക്കുക, എന്താ ഏടത്തി ഒരു പ്രത്യേകത, എന്ത് സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടല്ലോ, ആ പയ്യനും അമ്മയും ഇവിടെ വന്നേ പിന്നെ ഏടത്തിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം കാണുന്നുണ്ട് ഞാനെന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മാറ്റമോ, എനിക്കൊരു മാറ്റവും ഇല്ല എന്ന് പറയാണ്. അപ്പം വർഷ പറയുന്നുണ്ട്, അല്ല മാറ്റമുണ്ട്. അപ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോകും, ഇവള് കണ്ടുപിടിച്ചോ ഇനി എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. അപ്പം വർഷ പറയാണ്, അത് വേറൊന്നുമല്ല, ഏടത്തിക്ക് ഇഷ്ടമില്ലായിരിക്കും അവരിവിടെ വന്ന് നിൽക്കുന്നത്, ഏടത്തിയുടെ റൂമല്ലേ അവർക്ക് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ദേഷ്യമായിരിക്കും അല്ലേ, പാല് മേശപ്പുറത്തുനിന്ന് തട്ടിയിടുമായിരുന്നു ഏടത്തി അല്ലേ. അങ്ങനെ അല്ല, അവർക്കും ദേഷ്യം വരും, അതുകൊണ്ടല്ലേ. സാരില്ല ഏടത്തി, നാളെ അവർ പോവില്ലേ, അപ്പം എല്ലാം കഴിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് വർഷ. അപ്പോഴാണ് ശ്രുതിക്കൊന്ന് ശ്വാസം വീഴുന്നത്. ശ്രുതി വിചാരിക്കുകയാണ്, ദൈവമൊന്നും മനസ്സിലായില്ല, ഇതാണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അത് കഴിയുമ്പോൾ അവിടെ കിടക്കുന്നത് ചന്ദ്ര വരുക. ചന്ദ്ര രവിയം കൊണ്ട് ലോകം മുഴുവനുള്ള അമ്പലത്തിലെല്ലാം പോയിട്ട് തിരിച്ച് വരുവാണ്. വന്ന സമയത്ത് ആടെ ഇരിക്കുന്നു ശ്രുതിയുടെ അമ്മയും ആദിയും. ഇത് കാണണ്ട താമസം ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. ചന്ദ്ര ചോദിക്കുക, ഇതുവരെ പോയില്ലേ, ഈ ചെറുക്കൻ എൻ്റെ കസേരയിൽ ഇരുന്നാണോ ആടുന്നത്, ഇവനോട് ആരെ ഈ കസേര കയറി ഇരിക്കാൻ പറഞ്ഞത്, എടാ നീ എന്തിനാണ് ഈ കസേര കയറിയിരുന്നത്, ഇറങ്ങട ചെറുക്ക, ഇത് എൻ്റെ കസേര, ഈ വീട്ടിൽ ഒരു മനുഷ്യൻ പോലും ഇതേ കയറി ഇരുന്ന് ആടാറില്ല, നിനക്കെന്താ ഇതിനത് അധികാരം കിട്ടിയത് എന്നൊക്കെ പറയുമ്പം ആദ്യം പറയാ, അത് ഞാൻ വെറുതെ കയറി ഇരുന്നേ ഉള്ളൂ അമ്മൂമ്മയെന്ന് ചോദിക്കുക. ആരാടാ നിൻ്റെ അമ്മൂമ്മ, നീ എന്തിനാണ് എൻ്റെ അമ്മൂമ്മയെന്ന് വിളിക്കുന്നത്, നാണം ഇല്ലാത്ത ചെറുക്കൻ കയറിയിരിക്കുന്ന കണ്ടില്ലേ, അതെങ്ങനെയാ, തന്തയും തള്ളയും ഉണ്ടെങ്കിലല്ലേ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തുള്ളൂ, അതൊന്നും ഇല്ലല്ലോ, വെറുതെ ഒരു തള്ളയുടെ കൂടെ ഇങ്ങനെ ജീവിക്കുക, ഒന്നും പറഞ്ഞു കൊടുക്കാതെ ഇങ്ങനെ അസത്തായിട്ട് വളർത്തിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയാണെങ്കിൽ ആദിയുടെ നേരെ ആ കൊച്ചിനെ പറയാത്തതൊന്നുമില്ല. അപ്പോഴേക്കും ആദി പറയുന്നുണ്ട്, അതെന്തിനാ അമ്മൂമ്മ ഇങ്ങനെ എന്നെ കുറ്റം പറയുന്നത്, ഞാൻ എന്താ ഇത്ര വലിയ തെറ്റ് ചെയ്ത്, ഈ കസേരയൊന്നും ഇരുന്നെന്നല്ലേ ഉള്ളെന്ന് ചോദിക്കുമ്പോൾ, കേട്ടില്ലേ അവൻ പറയുന്നത് തർക്കുത്തരം എന്നും പറഞ്ഞു വലിച്ചിറക്കുക കസേരയെന്ന്. അപ്പോഴേക്ക് ഇതൊക്കെ നമ്മുടെ ശ്രുതി കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. ശ്രുതിക്ക് ആകെപ്പാടെ ചന്ദ്രയോട് ദേഷ്യവും വിഷമവും എല്ലാം വരികയാണ്. പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ, വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയ്ക്ക് കാര്യം പിടികിട്ടിയാലോ എന്നോർത്ത് ശ്രുതി ഇതെല്ലാം കണ്ട് ചന്ദ്രയെ പിടിച്ച് തിന്നാനുള്ള കലിയായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ചന്ദ്ര കുഞ്ഞിനെ വഴക്കൊക്കെ പറയുന്നത്. അപ്പോൾ ശ്രുതിയുടെ അമ്മ വന്നിട്ട് പറയാണ്, സോറി, അവൻ അറിയാതിരുന്നല്ലേ, കൊച്ചുകുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, കൊച്ചുകുട്ടിയോ, ഇവൻ്റെ വായിന്ന് വീഴുന്നത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് തുള്ളുക. എന്നിട്ട് ചെന്ന് ശ്രുതിയുടെ അടുത്ത് എന്ന് ചോദിക്കുക, ഇവരെ നീ പറഞ്ഞു വിട്ടില്ലേ, ഇന്ന് നീ പറഞ്ഞു വിടുമെന്നും പറഞ്ഞല്ലേ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്, അത് നടന്നില്ല, പറഞ്ഞു വിടാൻ ഇറക്കിക്കൊണ്ട് വന്നപ്പം സച്ചി തിരിച്ചു വന്നു ഓട്ടം കഴിഞ്ഞ്, പിന്നെ എങ്ങനെ ഞാൻ പറഞ്ഞു വിടാനോ, നാശം പിടിക്കാൻ, വെറുതെ ആ മനുഷ്യനെയും കൊണ്ട് ലോകം മുഴുവൻ പോയി, എത്ര ദൂരം സഞ്ചരിച്ച ആ അമ്പലത്തിലൊന്ന് പോയത്, ബസ്സിലൊക്കെ ഇരുന്ന് മടുത്തു, എന്നിട്ട് കാര്യം സാധിച്ചില്ല എന്ന് പറഞ്ഞ് ശ്രുതിയുടെ നേരെ തട്ടിക്കയറുമ്പോൾ ശ്രുതി പറയാണ്, അതെങ്ങനെയാണ് സച്ചി വന്നാൽ പിന്നെ സാധിക്കുന്നത്, ഇന്നൊരു ദിവസം കൂടെ അവിടെ ഇവിടെ നിർത്തുക, ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര, നീ എന്താ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് ശ്രുതിയോട് ചോദിക്കുക. അല്ല, ദേഷ്യപ്പെട്ടതല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാക്സിമം ശ്രമിച്ചതാ, അവരിവിടെ നിൽക്കുന്നത് എനിക്കും ഇഷ്ടമില്ല, പക്ഷേ സാധിച്ചില്ല, ഇന്നൊരു ദിവസം കൂടെ സഹിക്ക്, നാളെ അവരങ്ങ് പൊക്കോളും എന്ന് പറയാണ്. ഇന്നൊരു ദിവസം കൂടെ സഹിക്കാം എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് കയറി പോവുക. അങ്ങനെ ഇവർ അവിടെ ഉണ്ട്. അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ പോവുമല്ലോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും സച്ചിയും രേവതിയും റെഡിയായി നിൽക്കുകയാണ്. ആദ്യം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഹോസ്പിറ്റലിൽ പോയി കണ്ണൊക്കെ അഴിച്ച് അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം, അതിന് വേണ്ടിയിട്ടായിട്ട് നിൽക്കുകയാണ്. അതേസമയം ശ്രുതിയാണെ ചെന്നിട്ട് അമ്മയോടും ആദ്യോടും പറയുന്നുണ്ട്, മോനെ ഇന്നും കൂടെ ഉള്ള, അപ്പം വീട്ടിൽ പോയി നന്നായിട്ട് നിൽക്കണം എന്നൊക്കെ പറയുക. എന്നാലും പറയുന്നുണ്ട് ആദ്യം കേട്ടോ, അമ്മയെ കണ്ണഴിക്കുമ്പോൾ അമ്മയെ കാണണം, എനിക്ക് കണ്ണഴിച്ച് ആദ്യം തന്നെ അമ്മയെ കാണണമെന്ന് പറയുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ അവിടെ എത്തിക്കോളാമെന്ന്. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയാം, വെറുതെ അവനെ ആശ കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ശ്രുതി പറയാം, ഇല്ല, ഞാൻ അവിടെ എത്തും, മോൻ സന്തോഷമായിട്ട്
സന്തോഷമായിട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സച്ചിൻ രേവതിയും കൂടെ കൊണ്ടുപോകാൻ പോകുമ്പോൾ ചന്ദ്ര ചോദിക്കുക, നിങ്ങൾ രണ്ടും കൂടെ എങ്ങോട്ടാ? ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മോൻ്റെ കണ്ണിൽ നഴിക്കുന്ന ദിവസമല്ലേ, ഡിസ്ചാർജ് വാങ്ങി എന്നിട്ട് വിടണം വീട്ടിലോട്ട് എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ ചന്ദ്ര പറയാം, ഓഹോ അതിന് ഇവളും വരണോ, സച്ചി പോയാൽ പോരെ, നീ എന്താണ് രാവിലെ ഇറങ്ങുന്നത്, നീ ഇപ്പോൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പണികളൊക്കെ ആര് ചെയ്യും എന്ന് രേവതിയോട് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എല്ലാ പണികളും ചെയ്തു വെച്ചിട്ടുണ്ട്, ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ആഹാ, രാവിലെ എണീറ്റ് പണിയെല്ലാം തീർത്തു, ഇനി ഇറങ്ങാനായിട്ട്. എടി പണി തീർത്താലും ഞങ്ങൾക്കത് കഴിക്കാൻ നേരം വിളമ്പിത്തരണ്ടേ, ചൂടോടെ വേണ്ടേ ഞങ്ങൾ കഴിക്കാൻ, നേരം വെളുത്തപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുക തണുത്താറിയിരിക്കാൻ. അപ്പോൾ സച്ചി പറയാം, ഓഹോ ഇനി നിങ്ങൾക്ക് ചൂടും കൂടി ആക്കി തരണോ അവള്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭക്ഷണം എടുത്ത് കഴിക്കാൻ നേരം ഒന്ന് ചൂടാക്കി കഴിച്ചൂടെ, അതിനെന്താ രേവതി വേണോ, രേവതി നീ വാടി, ഇതൊന്നും കേട്ടോണ്ട് നിൽക്കണ്ട എന്ന് പറയേ സച്ചി. എന്നിട്ട് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. പോകാൻ ഇറങ്ങുമ്പോഴേക്കും ചന്ദ്ര പറയാം, അതേ പോകുന്നതൊക്കെ കൊള്ളാം, കണ്ണൊക്കെ അഴിച്ചു കഴിഞ്ഞ് ഇനിയും തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കരുത്, നേരെ അങ്ങോട്ട് വിട്ടോണമെന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ചിലപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും, 2 ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് പോകാൻ പറയും എന്ന് പറയാം, പിന്നെ ഇവരെ നേരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടേ ഇങ്ങോട്ട് വരാവുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് വിഷമാവുന്നുണ്ട്. ശ്രുതിയാണ് യാത്രയൊക്കെ പറഞ്ഞ് അവരെ വിടുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ പോവാണ്, ശ്രുതിയുടെ അമ്മയും അതുപോലെ ആദിയും കൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ആദിയുടെ ഡോക്ടർ വന്നിട്ട് പറയുകയാണ്, കണ്ണഴിക്കാൻ ഇപ്പോൾ വരും, അത് കഴിയുമ്പോൾ ഡിസ്ചാർജ് ആകാം, ഈ മരുന്നൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറയുകയാണ് സച്ചിയോട്. അപ്പോൾ സച്ചി മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട്, വാ നീയും കൂടെ വാന്ന് പറയാം. അപ്പം ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, വേണ്ട സച്ചി മോനെ, ആ മരുന്നൊക്കെ ഞാൻ വാങ്ങിക്കോളാം, എൻ്റെ ഈ പണം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, വേണ്ട ഞാൻ പോയി വാങ്ങിക്കോളാം, അമ്മ അവിടെ ഇരിക്കുക, മോൻ്റെ കണ്ണഴിക്കാൻ ഇപ്പോൾ ഡോക്ടർ വരില്ലേ, അപ്പോൾ ആൾ വേണ്ടേ അടുത്ത്, അതുകൊണ്ട് ഇവിടെ ഇരിക്കുക, ഞാനും രേവതിയും കൂടി പോയി വാങ്ങിക്കൊണ്ട് വരാമെന്നേ എന്നും പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ അവരങ്ങോട്ട് പോകുന്ന സമയത്താണ് കറക്റ്റ് ഡോക്ടർ വന്നിട്ട് ആദ്യം മോൻ്റെ അടുത്തിരുന്നിട്ട് എങ്ങനെയുണ്ട് മോനെ എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ണഴിക്കുകയാണ്. കണ്ണിൻ്റെ കെട്ടെല്ലാം അഴിച്ച് കണ്ണ് ഇങ്ങനെ തുറന്നു വരിക. കണ്ണിങ്ങനെ തുറന്നു വരുമ്പം തന്നെ കാണുന്നത് നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി വരുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് വന്ന് ആ വാതിക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം കണ്ണ് തുറക്കുമ്പോഴേ ശ്രുതിയെ കാണുകയാണ് അമ്മേ. അപ്പോൾ ആദ്യക്ക് ഭയങ്കര സന്തോഷമാകുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, മോനെ കാഴ്ചയൊക്കെ ശരിയായി, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെന്ന് ചോദിക്കുമ്പം പറയാം, ഇല്ല ഡോക്ടർ എല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. ഡോക്ടർ പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ വഴിയിലൊന്നും പോയി കളിക്കരുതേ, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറും നേഴ്സും കൂടെ അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി അങ്ങോട്ട് കയറി വരിക, മോൻ്റെ അടുത്തേക്ക് വന്ന് നിന്ന് കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊച്ചു പറയാണ്, അമ്മേ എനിക്ക് അമ്മയുണ്ടല്ലോ, എനിക്കിപ്പോൾ സന്തോഷമായി, ഇത്രയും നാളും എനിക്ക് എന്ത് വിഷമമായിരുന്നെന്നറിയാവോ, ഇപ്പോൾ അമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനിനി എല്ലാവരോടും സ്കൂളിൽ ചെന്ന് പറയും, അമ്മ ഒരു ദിവസം എൻ്റെ സ്കൂളിൽ വരണം കേട്ടോ എന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് വരാൻ പറ്റില്ല മോനെ, എന്നെങ്കിലും ഞാൻ വരാമെന്ന് പറയാം. അങ്ങനെ അമ്മ പറഞ്ഞാൽ പറ്റില്ല, അമ്മ സ്കൂളിൽ വരണം അടുത്ത ദിവസം എന്ന് പറയാം. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം വരാൻ പറ്റില്ലെന്ന് അമ്മ പറഞ്ഞില്ലേ, മോനത് മനസ്സിലാക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊച്ചിനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ അമ്മയെന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുമുണ്ട് കേട്ടോ. അതേ സമയമാണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ മരുന്നൊക്കെ വാങ്ങിയിട്ട് വരുവാണ്. അപ്പോൾ ശ്രുതി കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും അതുപോലെ ആദ്യമാണെങ്കിൽ അമ്മയെന്ന് വിളിക്കുന്നതും ഒക്കെ നമ്മുടെ രേവതി ഇങ്ങനെ കണ്ടുകൊണ്ട് വരുവാണ് അങ്ങനെ. അപ്പോൾ രേവതിക്ക് ആകെ മൊത്തം രേവതി അന്തം വിട്ടു പോവാണ്. കാരണം ശ്രുതി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ആദ്യം കൊണ്ട് വന്നപ്പോഴൊക്കെ ദേഷ്യമായിരുന്നു. അങ്ങനെയുള്ള ശ്രുതി എന്താണ് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, എന്തിനാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്, അവിടുന്ന് സച്ചിയും രേവതിയും കൂടി അല്ലേ കൊണ്ടുവന്നത്, അപ്പം പിന്നെ ശ്രുതി കൂടി വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നിട്ടും എന്താ ശ്രുതി വന്നത്, എന്നിട്ട് കുഞ്ഞാണെ അമ്മയെന്ന് വിളിക്കുന്നതും ഒക്കെ രേവതി കാണും. അപ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ട് അവിടുന്ന് നടന്നു വരുന്നത്, എന്താ ഈ സംഭവിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഓർത്തിട്ട് വരിക. അപ്പോൾ സച്ചിൻ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്, എന്തിനായിരിക്കും ഇനിയിപ്പോൾ ശ്രുതി ഹോസ്പിറ്റലിൽ വന്നത്, എത്രയ്ക്ക് സ്നേഹമുണ്ടോ ഇവരോട്, എന്തെങ്കിലും ഒത്തുകളി ഉണ്ടോ എന്നൊക്കെ സച്ചിക്കും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മ കാണുവാണ് കേട്ടോ രേവതി വരുന്നത്. അപ്പോൾ ഉടനെ പറയാണ് രേവതി എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി ഞെട്ടി കെട്ടിപ്പിടുത്തമൊക്കെ അങ്ങ് വിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രേവതി ചോദിക്കുക, അതെന്താ ശ്രുതി ഇവിടെ വന്നത്, എന്താ ഇപ്പം ശ്രുതി ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് ചോദിക്കുക. അത് ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ അതെ ഈ ബാഗ് ഇവരവിടെ വെച്ചിട്ട് പോന്നു, അത് ഞാൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാണ്.
ഓഹോ, ഒരു ബാഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ പാർലറമ്മായി വന്നതെന്ന് ചോദിക്കുക നമ്മുടെ സച്ചി. അപ്പോൾ പറയുന്നുണ്ട്, ആ ബാഗ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നത്, ഞാൻ ഈ ഹോസ്പിറ്റലിലെ കെറ്റിലൊക്കെ കൊടുത്തായിരുന്നല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് കൂടി വന്നതാ. അപ്പോൾ ഇവർക്ക് ഈ ബാഗും കൂടെ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയാണ് ശ്രുതി. അപ്പോൾ രേവതി ചോദിക്കുക, പക്ഷേ ശ്രുതി എന്താ ഇപ്പം ആദ്യം കെട്ടിപ്പിടിച്ച് കരഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി ആകെപ്പാടെ ഒന്നും മിണ്ടാമല്ല. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയാം, അത് മോനെ ശ്രുതിക്ക് സ്നേഹമാണ്, ശ്രുതി ഭക്ഷണമൊക്കെ കൊടുത്തല്ലോ, ഒന്നുമില്ലേലും എല്ലാ പെൺകുട്ടികളുടെ മനസ്സിലും ഒരു അമ്മ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പിന്നെ രേവതി ചോദിക്കുക, മോൻ അമ്മയെന്ന് വിളിച്ച് കരയുന്നു കേട്ടല്ലോ, ശ്രുതിയെ എന്തിനാ മോൻ അമ്മയെന്ന് വിളിച്ചത്? അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാം, അത് ഞാൻ ഇവന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്തതല്ലേ എന്ന് പറയാം. അപ്പോൾ ശ്രുതിയുടെ അമ്മയും പറയാം, ശരിയാ, അവള് ഭക്ഷണമൊക്കെ വാരി മോന് കൊടുത്തതാ, അതുകൊണ്ട് ഒരു അമ്മയെപ്പോലെ അവന് തോന്നി, അവന് അമ്മയില്ലാത്ത കുഞ്ഞല്ലേ എന്ന് പറയാം. അപ്പോഴും രേവതിക്ക് പിന്നെയും സംശയങ്ങളാണ് കേട്ടോ. ഈ സംശയങ്ങളൊക്കെ സത്യത്തിലേക്ക് ചെന്ന് എത്താനുള്ള വഴികളാണ്. ഇനിയും പല സംശയങ്ങളും കണ്ടിട്ട് രേവതി തന്നെ കണ്ടെത്തും കേട്ടോ. ശ്രുതിയുടെ മകനാണ് ആദി എന്നുള്ള കാര്യം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്